ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ മീശപ്പുലിമലയിലെ ട്രക്കിങ്ങിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ മീശപ്പുലിമല ട്രെക്കൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്ഫുള്ളായ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഒരു ഗ്രൂപ്പ് ട്രക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഗ്രൂപ്പ് ട്രക്കൊക്കെ പോകാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ അതിന് കുറച്ച് അധികം ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് മെയിൻ കേസ് കോസ്റ്റ് കട്ടിംഗ് ആണ്. നമുക്ക് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ രണ്ടുപേരൊക്കെ ആയിട്ട് പോകുന്നതിനെ അപേക്ഷിച്ച് നമുക്ക് നല്ല രീതിയിൽ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. അതിലുപരി ഒരേ വൈബിലുള്ള ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാനും പുതിയ കണക്ഷൻസൊക്കെ ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പാണ് ഒരു ഗ്രൂപ്പ് ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഫ്യൂച്ചറിലെ ഗ്രൂപ്പ് ട്രക്കിങ്ങോ അല്ലെങ്കിൽ അതർ ആക്ടിവിറ്റീസിനോ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ആദ്യം തന്നെ കോസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ മീശപ്പുലിമല ട്രക്ക് പ്ലാൻ ചെയ്യുന്നവർക്ക് കോസ്റ്റ് വരുന്ന ഏരിയാസ് ഒന്ന് അവിടേക്ക് പോകുന്ന ജീപ്പ് ട്രാവൽ, അവിടുത്തെ സ്റ്റേ, ഈ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് കോസ്റ്റ് മാറുന്ന സ്കീം വരുന്നത്. സോ അത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ട്രക്കും കാര്യങ്ങളും സ്റ്റേ എല്ലാം ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം KFDCയുടെ വെബ്സൈറ്റും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റേ പ്രോഗ്രാംസ് അവൈലബിൾ ആയിട്ടുള്ളതും കോസ്റ്റ്, കാര്യങ്ങൾ, ലൊക്കേഷൻ എന്ന് വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കുക. നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്ന സ്പോട്ട് നിങ്ങൾ കുറച്ചധികം റീൽസിലൊക്കെ കണ്ടു കാണും. സൈലൻറ്റ് വാലി എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു സ്പോട്ടാണ് കേട്ടോ. യൂക്കാലിപ്സ് മരങ്ങളും വലിയൊരു താഴ്വരയും വലിയ ഒരു ഗ്രൗണ്ടും അങ്ങനെ വേണ്ട നല്ലൊരു ആംബിയൻസ് ഉള്ള ലൊക്കേഷനാണ്. അതിലുപരി മൂന്നാറിലെ അതിൻ്റേതായ യാതൊരുവിധ തിരക്കോ കാര്യങ്ങളോ ഇല്ലാത്ത ശാന്തമായൊരു സ്ഥലം. ഇവിടെ ആ ഫ്രെയിമിൻ്റെ ഒരു ഭംഗി കുറവായി കാണുന്ന ഏക ഒരു പ്രശ്നം, ഇവിടെ മിക്കവാറും സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സ്പോട്ടാണ്. അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങൾ ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് മീശപ്പുലിമലയ്ക്ക് വരുന്ന ആളുകൾ മാത്രം യാത്ര ചെയ്യുന്നൊരു സ്പോട്ടാണ്. പബ്ലിക്കിന് അലൗഡ് അല്ല. അപ്പോൾ ജീപ്പാണെങ്കിലും ഇവിടുത്തെ പെർമിറ്റ് ഉള്ളവർക്ക് മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അതായത് മീശപ്പുലിമല ട്രക്ക് പോകുന്ന ജീപ്പ് മാത്രമേ അകത്തേക്ക് വരത്തുള്ളൂ. പിന്നെ ഇവിടെ താമസിക്കുന്ന സ്ഥിര താമസക്കാരായ ആളുകൾക്ക് മാത്രമേ ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഏരിയയാണ്. അതുകൊണ്ട് തന്നെ തിരക്കൊഴിഞ്ഞ ശാന്തമായ ഒരു സ്പോട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സൈലൻറ്റ് വാലി. പാലക്കാട് ഒരു സൈലൻറ്റ് വാലി ഉണ്ട്, ഇത് മൂന്നാറിലെ സൈലൻറ്റ് വാലി. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ മീശപ്പുലിമല പ്രോഗ്രാം എന്ന് പറയുന്നത് ഗവൺമെൻറ് തന്നെ കണ്ടക്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. KFDC ആണ് നമുക്ക് പ്രോഗ്രാംസൊക്കെ തരുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ സ്റ്റേ എടുത്ത് പോവാം. ഒന്നെങ്കിൽ മീശപ്പുലിമല ബേസ് ക്യാമ്പിൽ സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഏറ്റവും മുകളിൽ റോഡോ മാൻഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേ ഉണ്ട്. അത് സീ ലെവലിൽ നിന്ന് ഒരു 8000 ഫീറ്റ് മുകളിലുള്ളൊരു സ്റ്റേ ആണ്. നമ്മുടെ ബേസ് ക്യാമ്പ് വരുന്ന ഒരു 6000 ഫീറ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് നിങ്ങൾക്കത് പ്രിഫർ ചെയ്യാം. രണ്ടിനും കോസ്റ്റ് വൈസ് ഉണ്ടെങ്കിലും അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട് കേട്ടോ. സമയമെടുക്കുന്ന കട്ട ഓഫ് റോഡാണ്. അത്യാവശ്യം നടുമുതുമൊക്കെ ഇച്ചിരി ഇളക്കം തട്ടാൻ സാധ്യതയുള്ളൊരു ഓഫ് റോഡാണ്. അപ്പോൾ നമ്മളങ്ങനെ ബേസ് ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ഒരു മണിക്കൂർ അതിലധികമോ, ഇപ്പോൾ നിലവിലെ ടെമ്പറേച്ചർ ഏകദേശം ഒരു 15 ഡിഗ്രിക്ക് അടുത്താണ്. അപ്പോൾ നമ്മൾ ഡിസംബറിൽ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. പക്ഷേ നമുക്ക് ചെറിയ പണി കിട്ടിയത് കാലം തെറ്റിയൊരു ന്യൂനമർദ്ദം വന്നു, മഴ വൈബായിപ്പോയി. അതുകൊണ്ട് തന്നെ തണുപ്പിച്ചിരി കമ്മിയാണ്. അപ്പോൾ നമ്മൾ അകത്ത് ചെന്നു. സ്റ്റേ ഓപ്ഷൻസ് ആണ് നിങ്ങൾ കാണുന്ന ടെൻറ്റുകളാണ്. കംപ്ലീറ്റ് ഡെക്കാത്ലോൺ വൈബാണ്. ടെൻ്റെല്ലാം ഡെക്കാത്ലോൺ ആണ് കേട്ടോ. അപ്പോൾ അതിൽ ക്വാളിറ്റിയിലൊന്നും കോംപ്രമൈസ് ഇല്ല. ഒരു ഓവറോൾ ആംബിയൻസ് കാണാൻ അത്യാവശ്യം വൈബാണ്. പിന്നെ നമുക്ക് ബാത്റൂം ഫെസിലിറ്റി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഷെയ്ഡാണ്. അപ്പോൾ ഈ കാണുന്നൊരു ഏരിയയിൽ ഒരു 4 ബാത്റൂമും കുറച്ച് മുകളിലായിട്ട് പിന്നെ ഒരു 4 ബാത്റൂമുണ്ട്. അപ്പോൾ രാവിലെ ട്രിപ്പ് പോകുന്നതിന് മുന്നേ അപ്പോൾ ആ ഒരു തിരക്ക് നിങ്ങൾ മനസ്സിൽ കണ്ട്
നിങ്ങൾ അതനുസരിച്ച് ഒന്ന് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നേരത്തെ എഴുന്നേറ്റാൽ നമുക്ക് സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. ജീപ്പ് രാവിലെ ഒരു 5 മണിയോട് അടുപ്പിച്ച് നമ്മളിവിടെ നിന്ന് എടുക്കും. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഒരുങ്ങി നേരത്തെ കണ്ട് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്താലേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ തിരക്ക് പിടിച്ചിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിവിടെ തോന്നിയൊരു മെയിൻ പോരായ്മ എന്താണെന്ന് വെച്ചാൽ ടെൻ്റ് അടിച്ചിരിക്കുന്നത് മണ്ണിലാണ്. പക്ഷേ പല സ്ഥലത്തും ആ മണ്ണിൻ്റെ സർഫസ് അത്ര കണ്ട് ലെവലല്ല. ഇവർ ലെവലാക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം സിമെൻറ്റ് കെട്ടാൻ നിരത്തിയ ഒരു പ്ലാറ്റ്ഫോമോ അല്ല, മണ്ണിൽ ജസ്റ്റ് അടിച്ചിട്ടേക്കാണ്. അപ്പോൾ അതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഞാൻ കിടപ്പ് കഴിഞ്ഞ് നേരം വെളുക്കുമ്പോൾ ചിലപ്പോൾ നടുവേദന കിട്ടുമെന്നാണ് ഓർത്ത, പക്ഷേ എന്തോ അങ്ങനൊരു കുഴപ്പം ഉണ്ടായില്ല. പിന്നെ നല്ല ഹൈ ക്വാളിറ്റി സ്ലീപ്പിംഗ് ബാഗ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് കയറി കിടന്നു കഴിഞ്ഞാൽ പുറത്ത് എന്തൊരു തണുപ്പുണ്ടെങ്കിലും നിങ്ങളതൊരു പരിധിവരെ ബാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നത്തിനെ പറ്റി നിങ്ങൾ മറന്നേക്കാം. അത്യാവശ്യം തണുപ്പ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് തണുപ്പിനെ കൺട്രോൾ ചെയ്യാൻ തരത്തിലുള്ള ഡ്രസ്സ് കരുതുക. നമ്മുടെ ഈ ലൊക്കേഷനിൽ മഴ വൈബായതുകൊണ്ടാണോ എന്നറിയില്ല, ന്യായമായിട്ട് അട്ടയുടെ ശല്യമുണ്ട്. അപ്പോൾ അതുമൊന്ന് സൂക്ഷിക്കുക. കഴിയുന്നവർ ബൂട്ടും ലീച്ച് സോക്സും ഒക്കെ ഉപയോഗിച്ച് കവർ ചെയ്ത് വരിക, അല്ലെങ്കിൽ അട്ട കയറി ഇച്ചിരി പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഇടയ്ക്കിടയ്ക്ക് ടെമ്പറേച്ചർ മീറ്റർ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ മഴ ആയതുകൊണ്ടും നല്ല കാറ്റുണ്ടായിരുന്നു, ന്യൂനമർദ്ദം അടിച്ച് നിൽക്കായിരുന്നു. നൈറ്റ് ലൈഫ് വലിയ വൈബ് പറയാനില്ല, കാരണം അവിടെ പറയത്തക്ക ലൈറ്റ്സോ കാര്യങ്ങളോ ഇല്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, മലയുടെ മണ്ടയിൽ 6000 ഫീറ്റിലായതുകൊണ്ട് തന്നെ കറണ്ടൊന്നുമില്ല. അവർ സോളാർ പാനലും വേറെ എന്തോ സംവിധാനമൊക്കെ ഉപയോഗിച്ച് അത്യാവശ്യം കറണ്ട് ഒപ്പിക്കുന്നു എന്നുള്ളൂ. പിന്നെ നൈറ്റ് നമ്മളല്ല, നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് വേറെ പ്രകൃതി സ്നേഹികൾ ഉണ്ടായതുകൊണ്ട് അവരുടെ കൂടെ ഇറങ്ങി കുറച്ച് വ്യത്യസ്ത ഇനം തവളകളെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റി. ഇവരുടെ ശാസ്ത്രീയ നാമമൊന്നും എനിക്ക് വശമില്ല. അപ്പോൾ ഓരോരുത്തർക്കും പലർക്കും പല വൈബാണ്. അപ്പോൾ ഒരു ടീമായിട്ട് പോകുമ്പോൾ അതാണ് അതിൻ്റെ ഒരു രസം. പിന്നെ ഇതിൽ കാണിക്കാൻ പറ്റാത്ത കുറച്ച് പാമ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. സംഭവം നമുക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല, വേറെ ഗ്യാങ്ങിലാണ് അത് കിട്ടിയത്. ഡിന്നർ അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ഒരു പുലാവ് പോലത്തെ റൈസ്, ചപ്പാത്തി, ചിക്കൻ കറി, കുറച്ച് വെജിറ്റബിൾസ്, പൈനാപ്പിൾ, പരിപ്പ് കറി എന്ന് വേണ്ട ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അതിൽ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. പിന്നെ തീരെ തണുപ്പ് പ്രശ്നമുള്ളവർക്ക് ചെറിയ ക്യാമ്പ് ഫയറും ഓളമായിട്ട് വട്ടം കൂടി ഇരുന്ന് മൊത്തത്തിലുള്ള വൈബ് എൻജോയ് ചെയ്യാനും ഇൻട്രൊഡക്ഷനും അങ്ങനെ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ വൈബ് വേറെ ആയതുകൊണ്ട് നമ്മൾ വേറെ ചുറ്റി കറങ്ങലൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ചായ വെള്ളം കുടിക്കാൻ താല്പര്യമുള്ളവർക്ക് അതൊക്കെ കരുതിക്കൊണ്ട് വരാം. അത്യാവശ്യം വൈബൊന്നും വിട്ട് കളയണ്ട. എല്ലാവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും ടേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മൾ ആ ഒരു എൻ്റയർ ട്രിപ്പിൽ നമുക്കൊരു 70 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ മീശപ്പുലിമല കയറുന്നതിന് മുന്നേ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, ബ്രെഡും ജാമും ഒരു കട്ടനും മാത്രമേ ഉള്ളൂ. നമ്മൾ അറൗണ്ട് ഒരു 5 മണി 4-5 മണി സമയത്തുള്ള ഒരു വൈബാണ്. അപ്പോൾ അതുകൊണ്ട് അതേ പ്രതീക്ഷിക്കാൻ സ്കോപ്പുള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് കയറി വന്നിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ലഞ്ച് കഴിച്ചിട്ടാണ് നമ്മൾ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ ഒരു 5:30 അടുപ്പിച്ച് ജീപ്പുകാരൊക്കെ റെഡിയായി. ജീപ്പുകാർ അവിടെ ഉണ്ടെങ്കിലും റെഡിയായി. മൊത്തത്തിൽ മഴ വൈബായതുകൊണ്ട് നമ്മുടെ വൈബ് അത്ര സെറ്റായില്ല, എന്നാലും കുഴപ്പമില്ല, എല്ലാവരും എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഒരു പോക്ക് കൂടി ഇനി പോകുന്നുണ്ട് മഴയില്ലാത്ത മീശപ്പുലിമല കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ജീപ്പ് പിടിച്ച് ഒരു അരമണിക്കൂറിൽ കൂടുതൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കൊടുക്കൊക്കെ ചാടി നമ്മൾ മുകളിലേക്ക് എത്തി. ബാക്കി മുകളിലത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം. അവിടെ പറഞ്ഞു ഫലിപ്പിക്കാൻ മാത്രമൊന്നുമില്ല. പിന്നെ നമുക്ക് മഴ ആയതുകൊണ്ട് നമുക്ക് കൂടുതലും കോടയും ആയിരുന്നു. അതുകൊണ്ട് വീഡിയോ കാണുന്നവർക്ക് മീശപ്പുലിമല മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് കടമെടുത്ത ക്ലിപ്പിങ്സും ഞാൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കണ്ടു നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമ്മളങ്ങനെ യാത്ര ചെയ്ത് മുകളിലെത്തി. മീശപ്പുല്ല് ഒരുപാട് ഇവിടെ ഉള്ളത് കൊണ്ടാണ് മീശപ്പുലിമല എന്നുള്ളൊരു പേര് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നതാണ് 8000 സ്ക്വയർ ഫീറ്റിലുള്ള റോഡോ മാൻഷൻ്റെ സ്റ്റേ. അത്യാവശ്യം കൺസീൽഡാണ്. 8000 ഫീറ്റ് ഫ്രം സീ ലെവൽ KFDCയുടെ സ്റ്റേ ആണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. കുറച്ചധികം റൂംസ് ഉണ്ട്.
അത്യാവശ്യം വൈബാണ്. ഇവിടുന്ന് കുറച്ച് മുകളിലോട്ട് കയറിയിട്ടാണ് നമുക്ക് എന്തുള്ളത് ഫസ്റ്റ് സൺറൈസ് പോയിന്റ്. അവിടുന്ന് പിന്നെ ഒരു 4-5 കിലോമീറ്ററോളം നമ്മൾ മല കയറുന്നു ഇറങ്ങുന്നു. പല വൈബ്, പല ആംബിയൻസ്. മൊട്ടക്കുന്നുകളാണ് പൊതുവെ ഇവിടെ. ചൂട് കൂടിയ സ്ഥലമായതുകൊണ്ട് തന്നെ, തമിഴ്നാട് ബോർഡർ ഏരിയ ആയതുകൊണ്ട് തന്നെ പുല്ലുകളെല്ലാം പഴുത്താണ് നിൽക്കുന്നത്. നമുക്കിപ്പം മഴ ആയതുകൊണ്ടാണ്. പിന്നെ മൊട്ടക്കുന്നുകളിലെ ഇടയ്ക്കിടയ്ക്ക് പൈൻ മരങ്ങൾ നിൽക്കുന്നത് കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വഴി എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ മൊത്തത്തിലുള്ള വൈബൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത്, വീഡിയോ മടുപ്പിക്കുന്നില്ല എന്നെങ്കിൽ മുഴുവനൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേയുടെ കാര്യങ്ങളിലേക്ക് പോകാം. ബേസ് ക്യാമ്പിൽ സ്റ്റേ വരുന്നത് അവിടെ ടെൻറ്റ് ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഫെസിലിറ്റിയാണ്. ടെൻ്റാണ്, 2 ആൾക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെൻ്റാണ്. കോസ്റ്റ് വരുന്നത് എറൗണ്ട് 4700 രൂപയാണ് 2 പേർക്ക് വരുന്ന ചാർജ്. അപ്പോൾ നിങ്ങൾ ഈവനിങ് ചെന്ന് കഴിയുമ്പോൾ ചെറിയൊരു ടീ, ഈവനിങ് ഡിന്നറ്, നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇതെല്ലാം ഉൾപ്പെടെയാണ് 4700. ഈ പറയുന്ന കോസ്റ്റിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ജീപ്പ് ട്രാവൽ ചെയ്യുന്ന കോസ്റ്റ് ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, ജീപ്പിൻ്റെ കോസ്റ്റ് വരുന്നത് ഓൺ ആൻ ആവറേജ് നമ്മുടെ മൂന്നാർ ടൗണിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന KFDCയുടെ മൂന്നാർ ടൗണിലുള്ള ഓഫീസിൽ നിന്ന് 6 പേർക്ക് 3600 വരുന്നത്. ഒരു ജീപ്പിൻ്റെ കണക്കാണ് കോസ്റ്റ് വരുന്നത്. 3500, അത് മിനിമം 3500. ചിലപ്പോൾ ചില ഡ്രൈവർമാരുടെ അനുസരിച്ച് ചിലപ്പോൾ കൂടുതൽ ചാർജ് പറഞ്ഞേക്കാം. പക്ഷേ ഒരു ആവറേജ് ഫെയർ വരുന്നത് 3500 പെർ ജീപ്പ്. അതിൽ 6 പേര് വരെ അവർ കൊണ്ടുപോകും. ചിലപ്പോൾ നമ്മളൊന്ന് നിർബന്ധം പിടിച്ച് 7ാമത്തെ ഒരാളെ അവർ കൊണ്ടുപോകും. അതനുസരിച്ച് കുറച്ച് കാശ് എക്സ്ട്രാ കൊടുക്കണമെന്നുള്ളൂ. അതേപോലെ നിങ്ങൾ ഒരാളാണെങ്കിൽ 2 കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ കോസ്റ്റിൽ നമുക്ക് ബേസ് ക്യാമ്പ് വരെ പോകാം. അതിൽ തന്നെ ഒരു മുകളിലോട്ടും താഴത്തേക്കുമുള്ളൊരു തിരിച്ച് റിട്ടേൺ ആ കോസ്റ്റിൽ. അപ്പോൾ അവർ നമ്മളോടൊപ്പം തന്നെ അവർ ട്രാവൽ ചെയ്ത് ബേസ് ക്യാമ്പിൽ സ്റ്റേ ആണ് പതിവ്.
നമ്മളീ പറഞ്ഞ ബേസ് ക്യാമ്പ് സീ ലെവലിൽ നിന്ന് ഒരു 6000 ഫീറ്റ് മുകളിലായിട്ടാണ്. അത്യാവശ്യം ഓഫ് റോഡൊക്കെ ആയിട്ട് ജീപ്പിൽ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്പോട്ടിലെത്തുക കേട്ടോ. അത്യാവശ്യം വൈബിളുള്ള ലൊക്കേഷനാണ്. പിന്നെ പോരാത്തതിന് അവിടെ ഒരു 10-22 ടെൻറ്റ് അടിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉള്ളത് കൊണ്ട് മൊത്തത്തിലുള്ളൊരു ഓളോ ആംബിയൻസൊക്കെ ഒരു നൈസ് വൈബാണ്, ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അങ്ങനത്തെ ഒരു ഓപ്ഷൻ നോക്കുക. അതല്ല കുറച്ചുകൂടിയും പ്രൈവസിയും കുറച്ചുകൂടിയും പ്രീമിയം സ്റ്റേ ആണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെന്നുണ്ടെങ്കിൽ KFDസിന് തന്നെ റോഡോ മാൻഷൻ എന്നുള്ള സ്റ്റേ ഉണ്ട്. അത് ബേസ് ക്യാമ്പിൻ്റെ ആ ലൊക്കേഷനിൽ നിന്ന് നമ്മൾ മീശപ്പുലിമൂല പോകുന്ന സെയിം റൂട്ട് കുറച്ചുകൂടെ ടോപ്പിലായിട്ട് 8000 ഫീറ്റിൽ ആണ് സ്റ്റേ വരുന്നത്. 2ൽ കൂടുതൽ റൂംസ് ഉണ്ട്. അത്യാവശ്യം നല്ല റൂംസാണ്. ഒരു 7K to 10,000 ഡിപ്പെൻസ് ഓൺ അവർ വീക്കെൻഡ്സിലും സീസണിലൊക്കെ റേറ്റ് ഡിഫറൻസ് ഉണ്ട്, ഇൻക്ലൂഡിങ് ഫുഡാണ്. അപ്പോൾ അതും അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അതിൻ്റെ ബുക്കിംഗ് ഡീറ്റെയിൽസ് താഴെയുണ്ട്. ഇതിലും ഈ പറയുന്ന പോലെ ട്രാൻസ്പോർട്ടേഷൻ ജീപ്പ് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡഡ് അല്ല. ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ സെപ്പറേറ്റ് അറേഞ്ച് ചെയ്തെത്തണം. നമ്മൾ ജീപ്പ് വിളിക്കണം. ജീപ്പ് വിളിച്ച് മുകളിലേക്കുള്ള ഡയറക്റ്റ് ചാർജ് നേരത്തെ പറഞ്ഞ 3500 നിന്ന് കുറച്ചുകൂടി കൂടും. അപ്പോൾ ഓവറോൾ ഒരു കോസ്റ്റ് 10K ആൻഡ് അബോവ് ചിലപ്പോൾ പോകാനൊരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അത് കണ്ടറിഞ്ഞ് നോക്കാം. കുറച്ചുകൂടി പ്രൈവസിയും ടോപ്പ് ഓഫ് പീക്കിലായതുകൊണ്ട് ക്ലൈമറ്റിൽ അതിൻ്റെതായ വ്യത്യാസങ്ങളും കുറച്ചുകൂടി പ്രൈവസിയും പിന്നെ നല്ല ഒരു എന്താ പറയുക, താഴത്തെ ടെൻറ്റ് സ്റ്റേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിളാണ്. മുകളിൽ കുറച്ച് പോരായ്മകളുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അതിൻ്റെ ടോപ്പിൽ റോഡോ മാൻഷനിൽ സ്റ്റേ ചെയ്യുന്ന പ്രോഗ്രാമോ നോക്കാം. അതല്ല അത്രയും ഫണ്ട് നിങ്ങൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ മീശപ്പുലിമല കാണാൻ പറ്റാത്ത സാഹചര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് മൂന്നാർ ടൗണിൽ ഡോർമെറ്റോ നിങ്ങൾക്ക് പറ്റുന്ന സ്റ്റേ എടുക്കുക. ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേ എടുത്തിട്ട് നിങ്ങൾ രാവിലെ മൂന്നാർ ടൗണിൽ നിന്ന് ജീപ്പ് പിടിച്ച് ഡയറക്റ്റ് മീശപ്പുലിമല കയറാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഒരാൾക്ക് 1500 രൂപ അടുപ്പിച്ച് KFDസിൽ നമ്മൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഓൺലൈനായിട്ട് അതിനൊരു ഫെസിലിറ്റി കണ്ടില്ല. പക്ഷേ അതിന് മുന്നേ നിങ്ങൾ ഓഫ്ലൈനായിട്ട് ഓഫീസിൽ റിപ്പോർട്ട് ചെയ്ത് കാശ് കൊടുത്തത് അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ തലേന്നെങ്ങാനും വന്ന് അവിടെ സ്റ്റേ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾ മൂന്നാർ ടൗണും ബാക്കി സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കണ്ട് ഈ സ്റ്റേക്ക് പേയ്മെൻറ്റ് കൊടുത്ത് മീശപ്പുലിമല ഈ പറയുന്ന പേയ്മെൻറ്റൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റാക്കി നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ ടൗണിൽ ഏതെങ്കിലും ജീപ്പ് ഡ്രൈവർമാരായിട്ട് സംസാരിച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് കോൺടാക്ട് നമ്പറൊക്കെ മേടിച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ രാവിലെ അവർ പറയുന്നൊരു സമയം മേ ബി താഴത്ത് നിന്നാകുമ്പോൾ നിങ്ങൾ അത്രയും കുറച്ചുകൂടി നേരത്തെ കയറേണ്ടി വരും. ഒരു 4 മണി ആകുമ്പോഴേക്കും റൗണ്ട് താഴത്തു നിന്ന് ജീപ്പ് പിടിച്ച് മുകളിലേക്ക് യാത്ര ചെയ്താലേ നമുക്കൊരു സൺറൈസ് സമയമാകുമ്പോഴേക്കും മുകളിലേക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീരെ ബഡ്ജറ്റില്ലാത്തവർ അങ്ങനെ ഇത് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 1-2 ജീപ്പ് കോൺടാക്ട്സ് നമ്മൾ താഴെ കൊടുത്തേക്കാം. അതല്ല നിങ്ങൾ ടൗണിൽ വന്ന് നിങ്ങൾക്കറിയാലോ മൂന്നാർ ടൗണിൽ ഇഷ്ടംപോലെ ജീപ്പുകാരുണ്ടോ, കോൺടാക്ട് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്താലും നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാം കേട്ടോ.